ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഇനി മുതൽ ഞാൻ ഉണ്ടായിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കഥകളൊന്നും പറയുന്നില്ല. ചില സാങ്കേതിക കാരണങ്ങളാൽ കഥ പറയാൻ കഴിയാത്തതാണ്. എന്നാൽ ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു കഥയുമായിട്ടൊരു പുതിയ തുടക്കം കുറിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം എന്നെനിക്കറിയത്തില്ല. പുതിയൊരു കഥ എന്ന് പറയുന്ന നമ്മൾ ഒരു ഭാഗത്ത് ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി മുൻപോട്ട് പോകുന്ന ഒരു കുടുംബം, ഒരു വലിയൊരു കുടുംബം, മറുഭാഗത്ത് തല്ലിപ്പൊളിയും അടിപിടിയും ഗുണ്ടായുസവുമായിട്ട് പോകുന്ന മറ്റൊരു വ്യക്തിയുടെ ജീവിതം. ഈ രണ്ട് വ്യക്തികളും തമ്മിൽ ഒത്തുചേരുന്ന ചില നിമിഷങ്ങൾ ദൈവങ്ങളെ സാക്ഷിയാക്കി, അല്ലെങ്കിൽ ദൈവങ്ങൾ കൂട്ടിച്ചേർത്തതാണോ എന്ന് പോലും ചിന്തിക്കുന്ന ചില നിമിഷങ്ങളുടെ ഒരു കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. വിക്രമിൻ്റെയും വേദയുടെയും കഥ. വേദ സമ്പന്നയായ, അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ മോളായ വേദയെ ഔപചാരികമായിട്ട്, അല്ലെങ്കിൽ ഒരു വലിയൊരു വാശിപ്പുറത്ത് വിവാഹം താലി ചാർത്തുന്ന വിക്രമിന് പിന്നീടുള്ള ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ ദുരന്തങ്ങളാണ്. ആ ദുരന്തമാണ് ഈ കഥയുടെ പ്രധാനം. അങ്ങനെ ഈ വിക്രമിൻ്റെ വേദനയും അല്ലെങ്കിൽ വിക്രമിൻ്റെ ദുരന്തവും താൻ മുഖേനയാണല്ലോ എന്നോർത്ത് പശ്ചാത്താപിക്കുകയും അതുപോലെ അതിനോടൊപ്പം തൻ്റെ ഭാവി ഈ വിക്രമിൻ്റെ താലികെട്ടോടുകൂടി അവസാനിപ്പിച്ചല്ലോ എന്നോർത്ത് നിലവിളിക്കുകയും ചെയ്യുന്ന വേദയുടെയും കഥ നമുക്ക് ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ ഉണ്ട് ഈ കഥയിൽ കേട്ടോ. എന്തായാലും കഥ തുടങ്ങി വരുന്നതേ ഉള്ളൂ. എന്തായാലും രണ്ട് വ്യത്യസ്ത പൂരങ്ങളിൽ നിന്നുള്ള അവർ ഒന്നിക്കുമ്പോഴുള്ള ആ ഒരു ട്വിസ്റ്റ് നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയാം എന്ന് കരുതുകയാണ്. എന്തായാലും വരും ദിവസത്തെ കഥയെന്ന് പറയുന്നത് നമ്മുടെ വിക്രമിൻ്റെ ജീവിതത്തിൽ വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നൊരു ഭാഗമൊക്കെയാണ് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, ഈ വേദയുടെ അച്ഛൻ ജില്ലാ മജിസ്ട്രേറ്റാണ്. അതുകൊണ്ട് എല്ലാവിധ സ്വാധീനങ്ങളും സമൂഹത്തിലും അതുപോലെ നിയമപരമായിട്ടും എല്ലാ സ്വാധീനവുമുള്ള ഇദ്ദേഹത്തിൻ്റെ മോളെയാണ് വിക്രം വിവാഹം കഴിച്ച് എന്നുള്ളതാണ് ഈ വിക്രമിൻ്റെ ജീവിതത്തിൽ വലിയ താളപ്പിഴവുകൾ സംഭവിക്കുന്നത്. എന്നാൽ വിക്രം അതിനെ പൊരുതി നിൽക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ ശങ്കരൻ എന്ന ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ സ്വാധീനം വിക്രമിനെ ഒരു വിധത്തിലും തനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത ചില നിമിഷങ്ങളൊക്കെയാണ്. എന്നാൽ അവിടെ രക്ഷകയായിട്ട് എത്തുന്നത് ഈ വേദ തന്നെയായിരിക്കും എന്നുള്ളതൊക്കെയാണ് വമ്പൻ ട്വിസ്റ്റുകൾ എന്ന് പറയുന്നത്. എന്തായാലും വേദയുടെ കഴുത്തിൽ താലി ചാർത്തിയതോടുകൂടി വലിയ കോലാഹലങ്ങളുണ്ടാകുകയാണ്. അങ്ങനെ വിക്രമിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുക. നാളത്തെ എപ്പിസോഡിൽ അതിക്രൂരമായി മർദ്ദിക്കുകയാണ്. എന്നാൽ പോലീസുകാർക്ക് ഈ വിക്രമിനെ പേടിയുമുണ്ട്. കാരണം വിക്രം പല കേസുകളിലും ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒടുവിൽ കീഴടങ്ങി അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് മടങ്ങി വരുന്നു. പിന്നെയും അത് ആവർത്തിക്കുന്നു. അതേ കൊള്ളരുതാത്ത വഴിയിലൂടെ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാർക്കും സമൂഹത്തിന് മുഴുവൻ വിക്രമിനെ ഒരു പേടി സ്വപ്നമായിട്ടാണ് കാണുന്നത്. ഈ സമയത്താണ് വേദയുടെ അച്ഛൻ്റെ വിക്രമിൻ്റെ ഈ പരാതി പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഈ വിക്രമിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ വല്ലാത്തൊരു സമ്മർദ്ദത്തിൽ നിൽക്കുകയാണ്. എന്തായാലും വിക്രമിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വിക്രമിനെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അതിക്രൂരമായി മർദ്ദിക്കുന്നു. അങ്ങനെ വിക്രമിൻ്റെ ജീവിതം ഇവിടെ തീർന്നു എന്ന് കരുതുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. അതിനിടയിൽ മറ്റൊരു ഭാഗത്ത് കാണുന്ന വിക്രം കെട്ടിയ താലി, ആ താലി കെട്ടിയ സമയവും അല്ലെങ്കിൽ ആ താലി ചാർത്തിയ നിമിഷങ്ങളൊക്കെ ഒത്തിരി പ്രാധാന്യം അറിയിക്കുന്നതാണ് വേദയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. കാരണം അത്രത്തോളം ആത്മീയ നിറവിൽ നിൽക്കുന്ന ഈ കുടുംബത്തിന് താലിയുടെ മാഹാത്മ്യം എന്തെന്നും, ആ സമയത്ത് താലി കെട്ടിയാൽ ആ പുരുഷനോടൊപ്പം 7 ജന്മങ്ങൾ ജീവിക്കുമെന്നുള്ള വിശ്വാസങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ വാശിപ്പുറത്താണെങ്കിലും വിക്രം കെട്ടിയ താലി പൊട്ടിച്ചു കളയുവാൻ പറ്റാത്ത ചില സമ്മർദ്ദ നിമിഷങ്ങളിലൂടെ പോകുമ്പോൾ ഇനി ഒരു മാർഗം മാത്രമേ ഉള്ളൂ. തൻ്റെ വേദയുടെ താലി ചാർത്തിയ ഭർത്താവ് മരിച്ചു. അങ്ങനെ മരിച്ച ഭർത്താവിൻ്റെ താലി അഴിച്ച് മാറ്റി വെക്കുക എന്നൊരു ആചാരമുണ്ടല്ലോ. അങ്ങനെ ഒരു ആചാരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കുടുംബമെല്ലാം ഒന്നിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ആചാരപ്രകാരം വെറുതെ അങ്ങ് താലി വലിച്ച് ഊരിക്കഴിയാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ താലി ആചാരപ്രകാരം തന്നെ അഴിച്ചു മാറ്റുവാൻ തീരുമാനിക്കുന്ന അങ്ങനെ വേദയെ നിർബന്ധിക്കുന്നു. തൻ്റെ ഭർത്താവ് മരിച്ചു. അങ്ങനെ മരിച്ച ഭർത്താവിൻ്റെ താലിമാല വിളക്കിന് മുൻപിൽ അഴിച്ചു വെക്കണമെന്ന് വേദയെ നിർബന്ധിക്കുകയും അങ്ങനെ വേദ മനസ്സോടുകൂടിയെങ്കിലും സമ്മതിക്കുകയാണ്. ഒടുവിൽ വിക്രമിൻ്റെ സംഭവം അപ്പോഴാണ് വേദ അറിയുന്നത്. താൻ വിക്രമിനെ കൊന്നുകളയുവാൻ പോലീസുകാരും അതുപോലെ തന്നെ വേദയുടെ അച്ഛൻ്റെ ആളുകളും ശ്രമിക്കുന്നു എന്ന് മനസ്സിലായ വേദ ആ താലി ആചാരപ്രകാരം അഴിച്ചു വെക്കാതെ
വിക്രമിനെ രക്ഷിക്കുവാൻ വേണ്ടി മുൻപോട്ട് ഇറങ്ങുന്നതൊക്കെയാണ് നാളെ മുതലുള്ള കഥയിൽ കാണുന്ന വമ്പൻ ട്വിസ്റ്റുകളാണ്. എന്തായാലും വിക്രമിന് വേണ്ടി ഇറങ്ങിയാൽ വേദ തൻ്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരും, തനിക്ക് അനാഥമായി പോകേണ്ടി വരും. എന്നാൽ വിക്രമിനെ രക്ഷിച്ച് വിക്രമിൻ്റെ കൂടെ ജീവിക്കാനും പറ്റാത്ത ചില നിമിഷങ്ങളൊക്കെ ആയിരിക്കും വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. എന്തായാലും സമ്മർദ്ദങ്ങൾ കൊണ്ട് നിറയപ്പെടുന്ന ഒരു എപ്പിസോഡുകളാണ് വരും ദിവസത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വരും ദിവസത്തെ പ്രൊമോ വിശേഷമാണ് പറയുന്നത്. അപ്പം നാളെ മുതൽ റിയൽ വിശേഷവും പ്രൊമോ വിശേഷവുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ കഥ കാണാൻ മറക്കരുത്. വമ്പൻ ട്വിസ്റ്റുകളുള്ള ഒരു എപ്പിസോഡാണ്, ഒരു കഥയാണ്. അപ്പം വീണ്ടും നാളെ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.